ലൈഫ് സ്റ്റോറി പറഞ്ഞ ശേഷം രേണുസുതിയും അവരുടെ കുടുംബവുമായും അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചു. റേണുവിനെതിരെയും കുടുംബത്തിനെതിരെയും കുറിച്ച് കിച്ചു ലൈഫ് സ്റ്റോറിയിൽ നടത്തിയ ചില തുറന്നു പറച്ചിലുകൾ വൈറലാകുകയും രേണുവിനും കുടുംബത്തിനും വലിയ തിരിച്ചടിയാകുകയും സമൂഹത്തിൽ അവർക്കുണ്ടായിരുന്ന ഇമേജ് തകരുകയും ചെയ്തിരുന്നു. രേണുവിൻ്റെ സഹോദരി അടക്കം വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് സമീപിച്ചെങ്കിലും കിച്ചു വഴങ്ങിയതുമില്ല. അതിനാൽ തന്നെ അനിയൻ ഋതുലിനെ കാണാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് രേണു താമസിക്കുന്ന വീട്ടിലേക്ക് തെല്ലുമൊരു ഭയത്തോടാണ് കിച്ചു പോയത്. അനിയനുമായി ഇടപഴകുന്നത് തുടക്കത്തിൽ രേണുവിൻ്റെ പിതാവ് വിലക്കിയെന്ന് കിച്ചു പറഞ്ഞിരുന്നു. ശേഷം രേണുവിനോട് അനുവാദം വാങ്ങി അനിയനുമായി ചെറിയൊരു വൺ ഡേ ഔട്ടിങ്ങിന് കിച്ചു നടത്തിയിരുന്നു. ഇപ്പോഴിതാ വൈറൽ ബ്ലോഗിനെക്കുറിച്ചും കിച്ചുവിന് ഇപ്പോൾ തനിക്ക് സമീപത്തെക്കുറിച്ചും വെളിപ്പെടുത്തുകയാണ് രേണുസുതി. സഹോദരനെ കാണാൻ കിച്ചുവിന് അവകാശമുണ്ടെന്നും താൻ ഒരിക്കലും തടയില്ലെന്നും രേണു പറഞ്ഞു. കിച്ചു എന്നെ ഒരു ഉച്ചത്തിലൊക്കെ ആക്കി വിളിച്ചു. കിച്ചു എന്നെ ഒരു ഉച്ചയോടെ വിളിച്ചു. കിച്ചുവിൻ്റെ നമ്പർ സേവ് അല്ല. പക്ഷേ കോൾ കണ്ടപ്പോൾ മനസ്സിലായി. വാട്സാപ്പിൽ മാത്രമേ സേവ് ചെയ്തിട്ടുള്ളൂ. എന്താ കിച്ചു എന്ന് ചോദിച്ചു. അമ്മ ഞാൻ കുഞ്ഞിനെയും കൊണ്ടൊന്ന് പുറത്ത് പോയിക്കോട്ടെ എന്ന് അവൻ ചോദിച്ചു. പൊയ്ക്കോളൂ. അവൻ നിന്റെ അനിയനല്ലേ. നീ കൊണ്ടുപോയിക്കോളൂ. സേഫായിട്ട് കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു. അമ്മ എപ്പോഴാണ് വരികയെന്ന് അവൻ ചോദിച്ചു. ഞാനൊരു പ്രൊമോഷൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. ഓക്കേ അമ്മേ അവൻ പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. ദേഷ്യം എനിക്കില്ല. പകയും ദേഷ്യവും മനസ്സിൽ വെക്കുന്ന ആളുമല്ല ഞാൻ. എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിലും എൻ്റെ മകൻ തന്നെയാണ് കിച്ചു. എന്നെ അമ്മേ എന്ന് അവൻ വിളിക്കാന്നുണ്ടെങ്കിലും ഞാൻ അവൻ്റെ അമ്മ തന്നെ ആയിരിക്കും. ഋതപ്പൻ അവൻ്റെ അനിയനല്ലേ. കിച്ചുവിന് എപ്പോൾ വേണമെങ്കിലും അവനെ കൊണ്ടുപോകാം എന്നാണ് രേണു പറഞ്ഞത്. രേണു വീട്ടിലില്ലാത്തപ്പോൾ അവരുടെ മാതാപിതാക്കളാണ് ഋതുലിനെ സംരക്ഷിക്കുന്നത്. ചെറിയ കുട്ടിയാണ് ഋതുൽ എന്നതുകൊണ്ട് തന്നെ അച്ഛനില്ലാത്തതിൻ്റെ വിടവ് അവരെന്നെ അറിയിക്കാതിരിക്കാൻ വേണ്ടതെല്ലാം കിച്ചു ചെയ്യുന്നുമുണ്ട്.